പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം. ഇതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ കഥയും ഞാൻ അവസാനം പറയുന്നുണ്ട്. ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും. മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത ഒരു മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ മനുഷ്യൻ മരിക്കുമെന്ന് ഉറപ്പാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിനുശേഷം ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. മരണപ്പെട്ടതിന് ശേഷം നൂറുകണക്കിന് ആളുകൾ ആ ഒരു മനുഷ്യനെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രം പറയുക. ഈ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ടാൽ മരണത്തിന് വേണ്ടി, നല്ലൊരു മരണത്തിന് വേണ്ടി നമ്മളും കൊതിച്ചു പോകും. മരണത്തിന് തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ തന്നെയാണ് സംഭവം. ചക്കരക്കല്ല് സ്വദേശിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടാകും ഇസ്മായിലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണം. ഈ വീഡിയോ കണ്ടവരൊക്കെ അന്തം വിട്ടിട്ടുണ്ടാകും. ആരായാലും ഒന്ന് കൊതിച്ചു പോകുന്ന ഒരു മരണം. കണ്ടവരും കേട്ടവരും അറിഞ്ഞവരൊക്കെ നല്ല മനുഷ്യനെന്നുള്ള പേര്. ഇദ്ദേഹം മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ആളുകളെ ഇന്ന് അത്ഭുതപ്പെടുത്തിയത്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. മിസ്റ്റർ അൽഷൈമർ. ചിലവർക്ക് ഞാൻ അൽഷൈമറാകാം, ചിലവർക്ക് ഞാൻ നല്ലോനാകാം, വെടക്കോനാകാം. ആരോ ഒരാളൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായി, എന്തായാലും എനിക്ക് പിരാന്താണ്, നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ, ഇപ്പം എന്താ ഇങ്ങനെ. ഞാൻ ചിന്തിച്ച്, കാരണം എൻ്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരംവിധി ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചാഹത്ത് നാമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലേ. എത്ര മനോഹരമായ വാക്കുകളാണ് ഇദ്ദേഹത്തിൻ്റെ. കണ്ടവർക്കൊക്കെ മരണത്തിന് വേണ്ടി കൊതി തോന്നിപ്പിക്കുന്ന വാക്കുകൾ. ചിലരങ്ങനെയാണ്. മരണത്തിന് തൊട്ട് മുമ്പേ അവർ മരണത്തെ മനസ്സിലാക്കുമത്രേ. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് 40 ദിവസം മുമ്പേ മരണത്തിൻ്റെ സൂചനകൾ നൽകുമത്രേ. ആ ഒരു സൂചന മനസ്സിലാക്കലാണ് അവൻ്റെ ഈമാൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ മനുഷ്യൻ മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ മരണം മനസ്സിലാക്കി മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. എൻ്റെ കൂട്ടുകാരിൽ ഒരുപാട് അസ്സലാമു അലൈക്കും പറഞ്ഞു പോയി കേട്ടാ. ഒരുപാട് പേര് മണ്ണ് തിന്ന് ഇപ്പം അടുത്ത് ഇൻഷാ അല്ലാഹ് നമ്മളങ്ങോട്ടേക്ക് തന്നെയാണ്. കാരണം മണ്ണിൻ്റെ മണം വരാൻ തുടങ്ങി. മരണത്തിൻ്റെ ആ മൊഞ്ചിനെ കുറിച്ചാണ് ഇദ്ദേഹം വായ്തോരാതെ സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം. പീരാന്താണെങ്കിൽ വിചാരിച്ചോളൂ, അതൊരു മൊഞ്ച. അതായത് രാത്രി നല്ല കടുപ്പത്തിലുള്ള കട്ടൻ കാപ്പി ആക്കുക. നമ്മളെ നാടൻ കാപ്പിപ്പൊടിയില്ലേ അതിൽ. എന്നിട്ട് പഞ്ചസാര ഇടണ്ട, 2 സ്പൂണ് ഒലിവ് ഓയിൽ അങ്ങ് ഒഴിച്ചിട്ട് കുടിക്കുക. എൻ്റെ മോനെ എല്ലാ രോഗവും പോയി. എന്ത് രോഗം പോയി? നമുക്ക് ഈ ശോചനം ക്ലിയറായി കഴിഞ്ഞാലുണ്ടല്ലോ, ഗ്യാസ് ട്രബിള്, നടുവേദന, തലവേദന, നെഞ്ഞുവേദന, ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ രോഗവും അങ്ങ് പോയി കിട്ടും. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയം ഏതാണെന്നറിയാവുക? ഷെറ് വരുമ്പോൾ സന്തോഷിക്കണം. ഈ ഷെറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിലില്ലേ, നല്ലൊരു ഈമാൻ്റെ കട്ടി വേണം കേട്ടാ. അത് എല്ലാവർക്കും പറ്റുന്നൊരു സംഗതി ഒന്നല്ല ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കുക എന്ന് പറയുന്നത്. ഈ ഷെറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഹൈറ് 100% 100% ഹൈറ് വരും എന്നുള്ളതാണ്. എന്തായാലും വരും. മരണത്തിന് വേണ്ടി ചിന്തിക്കുകയും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മരണം ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 50-60 വയസ്സിലുള്ള 70 വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ അവർ സന്തോഷത്തിലാണ്.
കാരണം ഞാൻ പലതും അതിജീവിച്ച് പിന്നെ ഒരു സ്വസ്ഥ ജീവിതമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഷെറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ, യാ അള്ളാ വല്ലാത്തൊരു മുഞ്ചാണ് കേട്ടാ. കാരണം ഹൈർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കൂല, ഷെർ ഓർമ്മയിലുണ്ടാവും, കൺട്രോളിൽ പോകും നമ്മൾ. മനസ്സിലായ? ഞാനിങ്ങനെ യൂട്യൂബിലും ചെയ്യുന്നത് നിങ്ങളെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടാ, ഒരു ടൈം പാസ്. എന്തെങ്കിലും പഠിച്ചതല്ല ഇങ്ങനെ പറയുമ്പോൾ ചില ആൾ കമന്റ് എല്ലാം എഴുതും, അതായത് എനിക്ക് പിരാന്താടോ. പടച്ച റബ്ബ് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ അറിഞ്ഞവന് മാത്രമേ ആ മൊഞ്ചിന്റെ മാധുര്യത്തിൽ മുങ്ങി കുളിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ രസത്തിൽ വരുന്ന ഞാന് ഇപ്പം അടുത്ത് ബുറൈമി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഒമാനിൽ ബുറൈമിയിൽ കുറച്ച് ദിവസം ഒരു കൊല്ലത്തോളം ഉണ്ടായി. അവിടുത്തെ ഒരു സുബഹി നിസ്കാരത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഒരു 4:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എന്നിട്ട് പള്ളിയിലേക്ക് പോകുമ്പോഴേക്ക് യാ അള്ളാ ഒരു 5-6 സെഫ് അറബികളും അഫ്ഗാനികളും പാകിസ്ഥാനികളും ഉണ്ടാവും. ഒരു 5-6 സെഫ് എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓതി. എന്നിട്ടുണ്ട് ഒരു സുബഹി നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഒരു ബംഗ്ലാദേശിയായിരുന്നു. എന്തോ ഒരു കിറായത്താണെന്നറിയാവോ? മാഷാ അല്ലാഹ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ ആ മനുഷ്യനിക്ക്. റുക്കൂയിൽ 13 പ്രാവശ്യം ദിക്റ് ചെല്ലും, സുജൂദിൽ 13 പ്രാവശ്യം ദിക്റ് ചെല്ലും, വലിയ സൂറത്ത് ഓതും. അങ്ങനെ ആ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇറങ്ങി വന്ന് ഷോപ്പെല്ലാം തുറന്നിട്ട് എന്തോ ഒരു മൊഞ്ചാന്നറിയാവുക. അല്ലാതെ ഒരു കാട്ടിക്കൂട്ടിൽ നിസ്കാരമല്ല. 13 പ്രാവശ്യം റുക്കൂയിൽ ദിക്റ് ചെല്ലുക, സുജൂദിലും 13 പ്രാവശ്യം ദിക്റ് ചെല്ലുന്നു. എന്നിട്ട് ദ്വാരുന്നു, യാ അല്ലാഹ്, നല്ല ഊതിൻ്റെ മണത്തിൽ AC-യിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഒരു സ്വർഗീയ അനുഭൂതിയാണ് കേട്ടാ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പടച്ചോനെ നമ്മളെല്ലാം അങ്ങനെ ആക്കിത്തരട്ടെ. ഒരു കൊല്ലത്തോളം ആ നാട്ടിലുണ്ടായി. വല്ലാത്തൊരു മുഞ്ച കേട്ടാ, വല്ലാത്തൊരു മുഞ്ച സുബഹി നിസ്കാരം. വലിയ വലിയ സൂറത്താണ് ഓതുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ബോറടിപ്പിക്കുന്നില്ല. ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു മരണം നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. മരണശേഷം ഒരു മനുഷ്യനെ അത്ഭുതത്തോടെ നോക്കിക്കാണുക. മരണമെന്ന ഭയാനകമായ രൂപത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ മനുഷ്യൻ. ഒരു ഈമാനുള്ള മനുഷ്യന് അവൻ്റെ മരണത്തെക്കുറിച്ച് സൂചന അറിയാൻ പറ്റുമെന്നാണ്. ഒരു മനുഷ്യൻ മരണത്തിന് വേണ്ടി തയ്യാറെടുത്താൽ ആ മനുഷ്യന്റെ മരണത്തിന് തൊട്ടു മുമ്പ് ഇങ്ങനെയായിരിക്കും. ഒരു ഭയവും കൂടാതെ പുഞ്ചിരിച്ചുകൊണ്ട് മരണപ്പെടാം. അല്ലാത്ത പക്ഷമുള്ള മരണം വളരെ ഭയാനകമായിരിക്കും. ആ സമയത്തുണ്ടാകുന്ന ബേജാറും ബത്തപ്പാടും അതൊന്ന് വേറെ തന്നെയായിരിക്കും. കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഭയമാകുന്ന വിധമായിരിക്കും അവരുടെ മരണം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇത് തന്നെയാണ്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക, മരണത്തിന് വേണ്ടി ചിന്തിക്കുക. മരണത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അവരെന്നും ഈമാനുള്ള മനുഷ്യനായിരിക്കും. അത് എത്ര മോശമായ ആളായാലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോടു കൂടി അവൻ നന്നാവുകയാണ്. അതോടുകൂടി അവൻ്റെ ജീവിതവും മരണവും സന്തോഷത്തിലാവുകയാണ്. ഇന്ന് നമ്മൾ ഓർക്കാനും ചിന്തിക്കാനും ഇഷ്ടമല്ലാത്ത ഒന്നാണ് മരണം. ആ ഒരു മരണത്തെക്കുറിച്ച് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് എവിടുന്നൊക്കെയോ ആരൊക്കെയോ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും. ഞാൻ ഇന്നലെ എൻ്റെ നാട്ടിൽ ഒരു മജ്ലിസിൽ പങ്കെടുത്തിരുന്നു. അവിടെ എന്നെ കരയിപ്പിച്ച ഒരു സംഭവമുണ്ടായി. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. അവിടുന്ന് ഒരു സ്ത്രീ അവരുടെ കഴുത്തിലണിഞ്ഞ ചൈനിൻ്റെ ഒരു ലോക്കറ്റ് ആ മജ്ലിസ് നടക്കുന്ന സദസ്സിൽ ഏൽപ്പിച്ച് അവിടുത്തെ തങ്ങളോട് ദുആ ചെയ്യാൻ പറയുകയാണ്. അവരെന്തിനു വേണ്ടിയായിരിക്കും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക? അവരുടെ കുടുംബത്തിന് ബർക്കത്ത് നൽകാനോ, അവരുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടാനോ, ധനവും സമ്പാദ്യവും നൽകാനോ ഒന്നുമല്ല. അവർ ഈ ദുനിയാവിലേക്ക് വേണ്ടിയൊന്നുമല്ല അവർ ദുആ ചെയ്യാൻ പറഞ്ഞത്. അവർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ആ സ്ത്രീയുടെ പ്രിയപ്പെട്ട പ്രിയതമന് വേണ്ടി, അവരുടെ മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടിയാണ്
ആ സ്ത്രീ ദുആ ചെയ്യാൻ പറഞ്ഞത്. അത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞുപോയി. നമ്മളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക ദുനിയാവിലെ നേട്ടങ്ങൾക്കായിരിക്കും അല്ലേ? നമ്മുടെ ജോലിയിൽ ബർക്കത്ത് നൽകാൻ, നമുക്ക് നല്ല ജോലി കിട്ടാൻ, നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തേകാൻ, നമ്മുടെ രോഗങ്ങൾ മാറാൻ, നമുക്ക് നല്ല സന്തോഷമുള്ള ജീവിതം കിട്ടാൻ, ഇതൊക്കെയാണ് നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ കഴുത്തിലുള്ള ഒരു ലോക്കറ്റ് ഹദിയ ചെയ്ത് ഖബറിൽ കിടക്കുന്ന ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ഈ സ്ത്രീ. സ്ത്രീകൾക്ക് സ്വർണം പോവുക എന്ന് പറയുമ്പോൾ അവരുടെ കരള് പറിച്ചു കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മുടെ മരണത്തെ നമുക്ക് മൊഞ്ചായി കാണണമെങ്കിൽ നമ്മുടെ ഖൽബിൽ ഈമാൻ ഉണ്ടാകണം. നമ്മുടെ ഖൽബിൽ ഈമാൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ഉണ്ടാകും അവിടെ. അപ്പോഴാണ് നമ്മുടെ മരണം അവിടെ സുന്ദരമാകുന്നത്, സന്തോഷത്തിലാകുന്നത്, പുഞ്ചിരിച്ചുകൊണ്ട് മരണപ്പെടുന്നത്. പടച്ച റബ്ബ് നമുക്കൊക്കെ ഈമാൻ കിട്ടി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. മരണത്തെ ഇത്ര സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ എവിടെയാണ് കേട്ടവർക്കും കണ്ടവർക്കും അത്ഭുതം തോന്നാതിരിക്കുക ഈ മരണത്തെക്കുറിച്ച്? പടച്ച റബ്ബ് അവർക്ക് മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ സ്നേഹം ലഭിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകുമാറാകട്ടെ. ഇവരുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നന്നാകണമെങ്കിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. മരണത്തെക്കുറിച്ച് ചിന്തിക്കൽ നമുക്ക് 2 നേട്ടങ്ങളാണ്. നമ്മുടെ ജീവിതവും നന്നാകും, നമ്മുടെ മരണവും നന്നാകും. അപ്പോൾ നമ്മുടെ ജീവിതം നന്നാകാൻ വേണ്ടി നമ്മൾ തലപുകഞ്ഞൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അവിടെ നമ്മുടെ ജീവിതവും മരണവും നന്നാവുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മളൊക്കെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നൽകുമാറാകട്ടെ. ആമീൻ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകുമാറാകട്ടെ. പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണം ഞങ്ങൾക്കും നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.